സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പ്രാകൽ പോലെ സംസാരിക്കുക, ശാപവാക്ക് പറയുക. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ നിങ്ങൾ 1 ശമൂവേൽ 17 നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അതുവരയ്ക്കും സ്തോത്രം ഗോലിയാത്ത് ആരെയും ശപിക്കാനായിട്ട് കണ്ടിട്ടില്ല. അട്ടഹസിക്കുന്നു, പരിഹസിക്കുന്നു, നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ. പക്ഷേ ഈ ദാവീദിനെ കണ്ടപ്പോൾ മാത്രമാണ് അങ്ങനെ ശാപവാക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നിൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവനറിയാം. ശത്രു നിന്നെ നോക്കി ഒരു ശാപവാക്ക് പറയുമ്പോൾ അത് നിന്നെയല്ല പറയുന്നത്, നിൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. കാരണം നീ ദൈവത്തിൻ്റെ മന്ദിരവും നിന്നിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവുമാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന നിൻ്റെ ഹൃദയത്തിനകത്ത് നിൻ്റെ ജഡപ്രകാരമുള്ള വികാരങ്ങളെ തോണ്ടി വിട്ടു കഴിഞ്ഞാൽ, അതായത് ചൊറിഞ്ഞു വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ, നീ പെട്ടെന്ന് നിൻ്റെ ചിന്തയിൽ എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരെ മുഖത്ത് നോക്കി ഒന്നും പറഞ്ഞിട്ടില്ല, അവർ വേറെ ആളെ കൊണ്ടുവന്ന് എന്നെ ഒരുമാതിരി സംസാരിച്ചിരിക്കുന്നു, നോക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കാതെ വണ്ണം സാത്താൻ നിൻ്റെ മൈൻഡിനെ കൈവശപ്പെടുത്തിക്കളായി. ഇവിടെ ദാവീദ് അതല്ല, ഒന്നും വേണ്ടിയിട്ടില്ല. ദാവീദ് പറഞ്ഞത്, യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു. കണ്ട, യേശു കർത്താവിനെ തന്നെ നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ ഒരു അത്ഭുതം ചെയ്യുന്നൊക്കെ പറഞ്ഞു. യേശു പെട്ടെന്നൊന്നും അത്ഭുതം ചെയ്തൊന്നുമില്ല. ആരുടെയൊക്കെ? ശാസ്ത്രിമാരുടെ മുമ്പിലും യഹൂദന്മാരുടെ മുമ്പിലൊന്നും പെട്ടെന്ന് അത്ഭുതമൊന്നും ചെയ്തില്ല. യേശു ദൈവവചനത്തിൽ സംസാരിച്ചു. കണ്ട, കാരണം അവരുടെ ഹൃദയം അത്രമാത്രം കയ്പിലും പകയിലും ഇരിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ മുഖത്ത് നോക്കി നീ ദൈവപുത്രനാണോ, നിനക്ക് ഭൂതമുണ്ട് എന്നൊക്കെയാണ് സംസാരിച്ചത്. അവിടെ യേശു തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഇരുവായ് തലയുള്ള വചനം കൊണ്ട് അവരെ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയുന്നു, സ്തോത്രം, നിൻ്റെ നേരെ വരുന്ന അപവാദങ്ങൾ, പ്രശ്നങ്ങളൊന്നും നീ കോപത്തിലെടുക്കാതെ, സ്തോത്രം, അത് പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിനാൽ മറുപടി പറഞ്ഞു നോക്ക്. അവരുടെ അടുത്തല്ല, നിൻ്റെ ചിന്തയ്ക്കകത്ത് തന്നെ നീ വചനം സംസാരിച്ച് നോക്ക്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കുക. അതുവരയ്ക്കും ഈ ഗോലിയാത്ത് അവിടെ കടന്ന് ഭയങ്കര അട്ടഹാസം മാത്രമാണ് ചെയ്തത്. എപ്പോൾ ദാവീദ് ആ യുദ്ധക്കളത്തിൽ കാലുവെച്ചോ അന്നേരം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എൻ്റെ ദേവന്മാരുടെ നാമത്തിൽ അങ്ങനെയൊക്കെ അങ്ങ് ശപിക്കുകയാണ്. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണിത്. പക്ഷേ എന്നെ ഇതിൽ കൂടി കേൾക്കുന്നത് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എങ്ങനെ, സ്തോത്രം, നിങ്ങളെക്കൊണ്ട് തന്നെ അതിനെ ഇല്ലാണ്ടാക്കാമെന്ന് സാത്താൻ വളരെ പ്ലാൻ ചെയ്ത് നടക്കുകയാണ്. വിട്ടുകൊടുക്കരുത്. യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞെന്താ? ഈ കല്ലിനെ അപ്പമായി ഭക്ഷിക്കുക. യേശു വചനമല്ലേ സംസാരിച്ചേ? നീ ദൈവപുത്രനെങ്കിൽ, കണ്ട, അതും യേശു 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം. ഇപ്പം നമുക്കായിരുന്നാലും പെട്ടെന്നൊരു ദേഷ്യം വരും. പറഞ്ഞു കേട്ടില്ലേ, അവർ സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നു കേട്ടോ. അവരിങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മളവിടുത്തെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വേണ്ട, ഇങ്ങനെയുള്ള വാക്കുകൾ നിൻ്റെ വായിന്ന് വരണം. കാരണം നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നീ പ്രാർത്ഥിക്കുന്ന ഒരു സ്തോത്രം ആളാണ്. നിൻ്റെ നാവിൽ നിന്നും എപ്പോഴും അശുദ്ധി മാത്രം വരണം. തെറിവിളിയില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. പെട്ടെന്നുള്ളത്. യേശുവിൻ്റെ അടുക്കൽ സാത്താൻ അങ്ങനെ തന്നെയാണ് വന്നത്. കാരണം നിൻ്റെ നാവിന് അധികാരമുണ്ടെന്ന് യാക്കോബിൻ്റെ ഇത് വായിക്കാൻ പറയാൻ പറ്റും. ഇതെന്തിനു പറയുന്നേ? വളരെ ശ്രദ്ധിക്കുക. എങ്ങനെയൊക്കെ നിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാൻ പറ്റുമോ അങ്ങനെല്ലാം സാത്താൻ ചെയ്യും. കാരണം യേശു പറഞ്ഞത്, സ്വർഗരാജ്യം ഭൂമിയിൽ ആകണമേ. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മ പറയുന്നത്, സ്വർഗരാജ്യം ഭൂമിയിൽ കൊണ്ടുവരണം. സ്തോത്രം. അത് പ്രാർത്ഥിക്കുന്ന നിന്നെ കൊണ്ട് പറ്റും, പ്രസംഗിക്കുന്ന നിന്നെ കൊണ്ട് പറ്റും. സഭകളിൽ സ്വർഗരാജ്യം ഉണ്ടാക്കണം. എങ്ങനെ? പ്രാർത്ഥനയിൽ, അഭിഷേകത്താൽ, അന്യഭാഷയാൽ, ആരാധനയാൽ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വരുമ്പോൾ, കണ്ട, നീ യഹൂദ അങ്ങനെ പോകുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങൾ. ഭൂമിയുടെ അറ്റത്തോളം നീ എൻ്റെ സാക്ഷികളാവും. അപ്പോൾ ഭൂമിക്ക് ഒരറ്റം ഉണ്ടെന്ന് ദൈവത്തിനറിയാം. ഭൂമിയുടെ അറ്റത്തോളം നീ ദൈവത്തിനൊരു വലിയ സാക്ഷിയെ മാറട്ടെ.
നിൻ്റെ കുടുംബത്തിന് വലിയൊരു സാക്ഷ്യമായി മാറട്ടെ. നിൻ്റെ സഭയ്ക്കൊരു വലിയ സാക്ഷ്യമായി നീ മാറണം. കാരണം ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമാകാനാണ്. വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. എന്തോ വിട്ടുകൊടുക്കരുത്? നിന്നെ സാത്താന് പന്തടിക്കാൻ വിട്ടുകൊടുക്കരുത്. ഈ വാക്കുകളാൽ ദൈവം നിന്നെ ഉറക്കട്ടെ. ദാവീദ് നിന്നതുപോലെ അഭിഷേകത്താൽ നിറഞ്ഞു നിൽക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.